ഇങ്ങോട്ട് വെള്ളം നിറച്ച പോണം. ഏത് പോയി? നീ കഴുകണത് കാണാ. നെയ്യുമായി കഴിയുമ്പോ അമ്മയ്ക്ക് ശരിയാവുള്ള അതാണ്. ഹലോ ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? ഞാനിന്ന് സൈക്കിളും കൊണ്ട് മലയാറ്റിൽ പോകുന്നൊരു വ്ളോഗാണ് ചെയ്യുന്നത്. അമ്മച്ചിനെ വീഡിയോ പിടിക്കാൻ വേണ്ടി ഏൽപ്പിച്ചിട്ട് ശരിയായില്ല, മൊബൈൽ ചരിഞ്ഞു പോയി. എന്നിട്ട് ഞാൻ തട്ടിപ്പറിച്ച് വാങ്ങി മൊബൈൽ ഞാൻ വേറെ സ്ഥലത്ത് വെച്ചിരിക്കുകയാണ്. അതിനെക്കുറിച്ചുള്ള സംസാരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ സൈക്കിളിനെ പറ്റി കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. ഇത് എനിക്ക് വളരെയധികം ഇമോഷണൽ ടച്ചുള്ളൊരു സൈക്കിളാണിത്. ഞാൻ ഈ പഴയ സൈക്കിളും കൊണ്ട് 4 ദിവസം കൊണ്ട് ഞാൻ വേളാങ്കണ്ണിയിലൊക്കെ ചവിട്ടി പോയിട്ടുണ്ട് ഒറ്റയ്ക്ക്. എനിക്ക് മറക്കാൻ പറ്റാത്ത സംഭവമാണത്. ചോറെടുത്തോട്ടെ പാത്രം. വേണ്ട അപ്പയല്ലേ വേണ്ട. ബുസ്സിയെ ചോറ് തിന്നോ, ബാ ചോറ് തിന്നോ, ബാ ബുസ്സി ബാ ചോറ് തിന്നോ, ബുസ്സി ബാ ചോറ് തിന്നോ. അപ്പട് പോണാണ് രാങ്ക. വെള്ളം കുടിച്ചോ? പോകുന്ന വഴിക്ക് ചെയിനൊന്ന് ടൈറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഈ ഇത് എൻ്റെ സൈക്കിളല്ല ശരിക്കും, ഇതെൻ്റെ പെങ്ങളുടെ അമ്മായപ്പൻ്റെ സൈക്കിളാണ്. അദ്ദേഹം പൊന്നുപോലെ കൊണ്ട് നടത്തുന്ന ഒരു സൈക്കിളാണിത്. അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. അപ്പോൾ പെങ്ങളുടെ വീട്ടിൽ വെറുതെ ഇരുന്ന് നശിച്ചു പോകണ കണ്ടപ്പോൾ ഞാനിത് നന്നാക്കി എടുത്തിട്ട് ആദ്യമായിട്ടാണ് വേളാങ്കണ്ണിയിൽ ഇത് കൊണ്ടുപോയത്. പിന്നെ ഞാനായിപ്പോൾ ഇത് ഉപയോഗിക്കുന്നത്. ഇത് വേളാങ്കണ്ണി പള്ളിയുടെ മുറ്റത്ത് വെച്ച് ഞാനെടുത്ത ഫോട്ടോസാണ് ഇതെല്ലാം. പഴയ എൻ്റെ ഓർമ്മ. നമ്മുടെ മലയാളികൾക്കുണ്ടല്ലോ ഇതേമാതിരി പഴയ സൈക്കിളൊക്കെ ചവിട്ടുക എന്ന് പറഞ്ഞാൽ എന്തോ ഒരു നാണക്കേട് പോലെയാണ്. എനിക്കൊരു നാണക്കേടുമില്ല. ഞാൻ ഈ സൈക്കിളും കൊണ്ട് എവിടെയും പോകും. എനിക്കൊരു നാണക്കേടുമില്ല. എത്ര പേരുടെ മുമ്പിൽ കൂടി ആണെങ്കിലും ഞാൻ ചവിട്ടിക്കൊണ്ട് പോകും സൈക്കിള്. പരിചയക്കാരായാലും ശരി, ആര് കണ്ടാലും എനിക്കൊരു വിഷയമില്ല. ഞാനിതും കൊണ്ട് ചവിട്ടിക്കൊണ്ടതിൽ എനിക്ക് ഒരു നാണക്കേടുമില്ല. എനിക്ക് സന്തോഷമുള്ളൂ. എനിക്ക് ഈ പഴയ സാധനങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടു നടക്കുക എന്നുള്ളത് എൻ്റെ ഒരു ഹോബിയും കൂടിയാണ്. ഒരു സംഭവം ഒടിഞ്ഞു പോയി എന്തെങ്കിലുമൊക്കെ ചെയ്ത് അതെടുത്ത് കളയാതെ അത് എന്തെങ്കിലും റിപ്പയർ ചെയ്ത് അത് നിലനിർത്തുക എന്നുള്ളത് എൻ്റെ ഒരു സ്വഭാവമാണത്. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കാര്യം കൂടിയാണ്. പഴയതിനെ നമ്മൾ ഉപേക്ഷിക്കുകയല്ല, അത് നിലനിർത്താനാണ് നമ്മൾ നോക്കേണ്ടത്. ശരിയല്ലേ ഞാൻ പറയുന്നത്? പിന്നെ ഒരു സങ്കടമുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില നമ്മുടെ കൂട്ടുകാരും കണ്ടല്ല, ഞാൻ ഈ സൈക്കിളും കൊണ്ടൊക്കെ പോകുമ്പോൾ മൈൻഡ് ചെയ്യാതെ വരും പോയിട്ടുണ്ട്, സംസാരിക്കാതെ ചിരിക്കാതെയൊക്കെ. അതെനിക്ക് ഒരുപാട് വിഷമം ഉണ്ടാക്കിയ കാര്യങ്ങളാണ് അതൊക്കെ. വിശപ്പിനുള്ള സൊല്യൂഷൻ ചപ്പാത്തിയും വെജ് കുറുമയും. അമ്മച്ചി പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു ദുഃഖ വെള്ളിയാഴ്ചയാണ് നോൺ വെജ് ഒന്നും കഴിക്കരുതെന്ന്. അതുകൊണ്ട് അതൊന്നും വാങ്ങിയില്ല. അങ്ങനെ കൂനമ്മാവിൽ നിന്ന് മലയാറ്റൂർക്ക് സൈക്കിളിന് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഒറ്റയ്ക്ക്. ഇപ്പോൾ നെടുമ്പാശ്ശേരി എയർപോർട്ടിൻ്റെ മുമ്പിൽ എത്തി. ഇപ്പോൾ എയർപോർട്ടാണ് ഈ കാണുന്നത്.
ഇതിക്ക് മുന്നേ ഞാൻ സൈക്കിളിന് ഇവിടെയൊക്കെ വന്നിട്ടുള്ളതാണ് ഒറ്റക്ക്. വെറുതെ വ്യായാമത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ ഞാൻ സൈക്കിളിന് ഇടയ്ക്ക് ഇങ്ങോട്ടൊക്കെ ഇറങ്ങി. നല്ല രസമാണ് ഈ സമയത്തൊക്കെ സൈക്കിൾ ഓട്ടാനായിട്ട്. പകല് നമുക്കൊണ്ട് പറ്റില്ല, ഭയങ്കര ചൂടാണ്. ഈ സമയത്തൊക്കെ നല്ല രസമാണ് സൈക്കിൾ ചവിട്ടി ഇവിടെയൊക്കെ വരാനായിട്ടൊക്കെ. ഇനി ഇവിടുന്ന് കാലടിയിലോട്ട് അത്യാവശ്യം നല്ല ദൂരമുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 10-15 കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നുന്നു. കുറേ നാൾ മുന്നേ തുടങ്ങിയുള്ള എൻ്റെ ആഗ്രഹമാണ് മലയാറ്റൂർ സൈക്കിളിന് പോകണമെന്നുള്ളത്. കുറേ നാളെന്ന് പറയുമ്പോഴേക്കും ഒരു 3-4 കൊല്ലം മുന്നേ തുടങ്ങി ഞാൻ മനസ്സിൽ കണക്ക് കൂട്ടും പോകാം. ഈ ഈസ്റ്ററിൻ്റെ ടൈമിൽ പോയാലാണ് കാണാനും ഒക്കെ നല്ല ഭംഗിയുണ്ടാവുള്ളൂ. അവിടുത്തെ ആ ഒരു സ്പെഷ്യൽ ദിവസം ഈസ്റ്ററിൻ്റെ ദിവസങ്ങളിലാണ് മലയാറ്റൂർ മല കയറുന്നത്. കുറേ ആൾക്കാരൊക്കെ വരുന്നതും കുരിശും കൊണ്ട് ചുമന്ന് കയറ്റുന്നതും കുരിശിൻ്റെ വഴിയൊക്കെ ചൊല്ലി കയറുന്നത് ഒരു നല്ലൊരു കാണാനും നമ്മുടെ മനസ്സിനൊക്കെ സന്തോഷം കിട്ടുന്നൊരു മലകയറ്റമായിരിക്കുള്ളൂ ഈസ്റ്ററിൻ്റെ സമയത്ത് പോവുകയാണെങ്കിൽ. അപ്പോൾ എനിക്ക് ഒരു 4 കൊല്ലം മുന്നേ തുടങ്ങി ഞാനത് ആഗ്രഹിച്ചിട്ട് ഇന്നേ വരെ എനിക്കത് സാധിച്ചിട്ടില്ല. എന്തെങ്കിലും ആ സമയമാകുമ്പോഴേക്കും തടസ്സങ്ങൾ വന്ന് പോകും. അപ്പോൾ ഈ കൊല്ലം എനിക്ക് കറക്റ്റ് ദുഃഖ വെള്ളിയാഴ്ച തന്നെ പോകാനുള്ളൊരു അവസരം ഒത്തുകിട്ടി. സൈക്കിളിന് പോകണമെന്നുള്ളതായിരുന്നു കേട്ടോ. സൈക്കിൾ ചവിട്ടി പോകണമെന്നുള്ളതാണ്, അല്ലാണ്ട് ചുമ്മാ ബൈക്കിനൊന്നുമല്ല. ബൈക്കിനൊക്കെ ഒത്തിരി പ്രാവശ്യം പോയിട്ടുണ്ട്. സൈക്കിളിന് എൻ്റെ ഒരു പഴയ സൈക്കിൾ എന്ന് പറയുമ്പോൾ ഒത്തിരി പഴയ സൈക്കിളാണ്. ഈ സൈക്കിൾ ഞാൻ വേളാങ്കണ്ണിയിലൊക്കെ പോയിട്ടുണ്ട് ഒറ്റക്ക്. 4 ദിവസം കൊണ്ടാണ് ഞാൻ വേളാങ്കണ്ണി ചെന്നത്. അപ്പോൾ ആ ഒരു സ്പെഷ്യൽ സൈക്കിളാണിത്. അപ്പോൾ ഈ സൈക്കിളിന് എനിക്ക് മലയാറ്റൂർ പോകണമെന്നുണ്ട് വളരെ വലിയൊരു ആഗ്രഹമായിരുന്നു. അപ്പോൾ ഇന്നത് സാധ്യമായിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പോകുന്ന വഴിയാണ്. ഞാനപ്പോൾ മലയാറ്റൂർ അടിവാരത്ത് എത്തിയിരിക്കുന്നു സൈക്കിൾ ഓട്ടി. അപ്പം 3 മണിക്കൂറായി സൈക്കിൾ ഓട്ടണം. അപ്പോൾ ദുഃഖ വെള്ളിയാഴ്ച ആയതുകൊണ്ട് നല്ല തിരക്കായിരുന്നു. അടിവാരത്ത് നിന്ന് മല വരെ നമുക്ക് നല്ല ബ്ലോക്കായിരുന്നു. സൈക്കിൾ ചവിട്ടാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. വണ്ടികളെല്ലാം ക്യൂ പാലിച്ചെന്ന് ആണ് അവിടെ നിന്ന് വന്നുകൊണ്ടിരുന്നത് വെച്ചത് നിരന്ന്. ഇത് കണ്ട വണ്ടികൾ അനങ്ങുന്ന പോലുമില്ല, അത്ര ടൈറ്റായിരുന്നു. വളരെയധികം രോമാഞ്ചം ഉണ്ടാക്കുന്ന ഒരു സീനാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു കൂട്ടം ചെറുപ്പക്കാർ കിൻഡൽ കണക്കിന് ഭാരമുള്ള മരക്കുരിശി ഏറ്റവും താഴെ നിന്ന് പാറകളുടെ ഇടയിൽ കൂടിയൊക്കെ ചുമന്ന് മുകളിലോട്ട് എത്തിക്കുന്നത് ഭയങ്കര ദുരിതം തന്നെയാണ്. ഇതേപോലെ ഒത്തിരി ടീമുണ്ടായിരുന്നു കേട്ടോ.
മലമുകളിൽ എൻകുരേത് തകർക്കുന്നു. നേപ്പിളിൽ വരുന്ന നേച്ചൻ വരുന്ന ഫ്ലൈറ്റിനകത്ത് സുഹൃത്ത് മലമുകളിൽ എൻകുരേത് തകർക്കുന്നു. ദേ ഇവിടെ ഒരു പൊന്നും കുരിശുണ്ട്. ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഈ കുരിശ് ഈ പാറയുടെ മുകളിൽ മുളച്ച് ഉയർന്നു വന്നതായിട്ടാണ് പറയപ്പെടുന്നത്. തോമാസ് ലീഹ മലയുടെ മുകളിൽ കയറിയപ്പോൾ കാൽപ്പാട് പതിഞ്ഞ പാറയാണിത്. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്, എന്നാലും ഞാൻ വീഡിയോ കാണിച്ചപ്പോൾ പറഞ്ഞെന്ന് മാത്രം. ഇത് കാണാത്ത ആൾക്കാർ വളരെ ചുരുക്കമായിരിക്കും. ജാതി ഭേദമന്യേ എല്ലാ മതസ്ഥരും ഇവിടെ വന്ന് പോകുന്നൊരു സ്ഥലം കൂടിയാണ് ഈ മലയാറ്റൂർ. അടുത്ത രോമാഞ്ചം. എനിക്കിത് കാണുമ്പോൾ ഭയങ്കര രോമാഞ്ചമാണ്. കുറേ കുട്ടികൾ ഇത് ചുമന്ന് കയറ്റുന്ന കാണുമ്പോൾ ഞാൻ വരുന്ന വഴിയാണല്ലോ കുറേ പിള്ളേർ ഇവിടെ കാപ്പി കൊടുക്കണം. കാപ്പി റോഡെങ്കിലും ഫ്രീ ആയിട്ട് അടിപൊളി. അപ്പോൾ സുഹൃത്തുക്കളെ, ഞാൻ മടങ്ങി വീട്ടിലോട്ട് പോവുകയാണ്. തിരിച്ച് പോകുമ്പോൾ വീഡിയോ എടുക്കാനുള്ള ആരോഗ്യമൊന്നും എനിക്കില്ല. അത്രയധികം ഞാൻ ക്ഷീണിച്ച്. 10 മണിക്കൂറെടുത്ത് എൻ്റെ ഈ യാത്ര. തിരിച്ച് വീട്ടിലെത്തിയപ്പോഴേക്കും രാവിലെ 3:40 വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ.